ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിവാർ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പരിവാർ. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഉത്സവ് രാജീവാണ്. ഇതിൻ്റെ സ്റ്റോറി ഉത്സവ് രാജീവ് ആൻഡ് ഫഹദ് നന്ദുവാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിപാലാണ്. നമ്മുടെ വടക്കൻ മൂവിയുടെ മ്യൂസിക്കും ചെയ്തത് പുള്ളിയാണ്. പ്രൊഡ്യൂസർ ആനി ആൻഡ് സജീവാണ്. ഇനി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത്, അലക്സാണ്ടർ തുടങ്ങിയവരാണ്. ഇവരെല്ലാം അരങ്ങ് തകർത്ത സിനിമയാണിത്. ഒരു വീടും അതിലുള്ള കുറച്ച് ആളുകളും അവിടെ നടക്കുന്ന സംഭവങ്ങളുമൊക്കെയാണ് ഈ സിനിമയിലുടനീളം നമ്മൾ കാണുന്നത്. പ്രേക്ഷകനെ റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന സീൻസാണ് ഇതിലുള്ള ഓരോന്നും. ചില ഇൻസിഡൻ്റൊക്കെ കാണുമ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇൻസിഡൻ്റ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി കോമഡി ഡ്രാമ കാറ്റഗറി വരുന്ന ഒരു മൂവിയാണിത്. മ്യൂസിക്കിൻ്റെ കാര്യം എടുത്തു പറയണം. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യങ്ങൾ ഓവറാക്കി കുളമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഓവറാക്കി വെറുപ്പിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തമാശയും കുത്തിത്തിരിപ്പും എല്ലാം ഉള്ള നല്ലൊരു കൊച്ചു സിനിമയാണ്. സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇടയ്ക്കിടെ ചില സീനുകളിലൊക്കെ കാണാൻ കഴിയും. ബന്ധങ്ങൾക്കിടയിൽ സ്വരച്ചേർച്ചയില്ലായ്മയും കാണാം. ശരിക്കും റിയൽ ലൈഫായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. എനിക്ക് നല്ല രീതിയിൽ ഫിലിം ഇഷ്ടമായി. ചിരിച്ച് മരിക്കാമെന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഫാമിലിയായി കുട്ടികളടക്കം നമുക്ക് ഇപ്പം ഈ അടുത്ത സമയത്തൊക്കെ ഇറങ്ങിയ കുറച്ച് സിനിമകളൊന്നും കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നല്ലോ. ഇത് കുട്ടികളടക്കം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കൂടുതൽ സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.